ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഡെലിവറി വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ അഡ്മിറ്റിന് പോവുകയാണ്. ഇപ്പോൾ രാവിലെ ഒരു 9:30 എത്താനാണ് പറഞ്ഞുള്ളത്. പോയാലേ അറിയാൻ പറ്റുള്ളൂ ഇനി എന്തൊക്കെയാണ്, ഇന്ന് ഉണ്ടാവുമോ അതോ നാളെയാണോ എന്താണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി. ഞങ്ങളോട് നേരെ കാഷ്വാലിറ്റിക്ക് ചെല്ലാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു പേഷ്യൻറ്റിൻ്റെ കൂടെ ഒരാളെ കയറ്റുള്ളൂ എന്ന്. അപ്പോൾ എൻ്റെ കൂടെ അവിടുത്തെ അമ്മയാണ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ പ്രഷർ നോക്കി, വെയിറ്റ് നോക്കി, ഡീറ്റെയിൽസ് ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ അവിടെ നിന്ന് നേരെ ലേബർ റൂമിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയിട്ട് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ നോക്കിയതിന് ശേഷം പറഞ്ഞു ഇന്ന് ഉണ്ടാവില്ല, നാളെ ഉണ്ടാവുള്ളൂ, നാളെ പെയിനുള്ള മെഡിസിൻ വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങളൊരു റൂം എടുത്തിട്ട് റൂമിലേക്ക് മാറി. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഞാൻ അവിടെ കുറച്ച് നേരം ഒന്ന് കിടന്നതാണ്. അപ്പോഴേക്കും പിന്നെ ഏട്ടൻ വന്നു. ഏട്ടൻ ഗൾഫിലാണ്, ഡെലിവറിക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നാളെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അഷിതും ഏട്ടനും കൂടിയിട്ട് കളിക്കുകയാണ് അവൻ്റെ കൂടെ. അവനിങ്ങനെ ബോറടിച്ചിരിക്കുകയല്ലേ, രാവിലെ വന്നതല്ലേ. പിന്നെ ഞാൻ ഈ വിചാരിച്ച പോലെയൊന്നും വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ വീഡിയോസ് കൂടുതലും ഞാൻ തന്നെയാണ് എടുക്കാറ്. പിന്നെ എനിക്ക് അവിടുത്തെ ചേട്ടൻ്റെ അച്ഛനാണ് എടുത്ത് തരാറുള്ളത്. അപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട വീഡിയോസൊന്നും പ്രത്യേക സാഹചര്യം കൊണ്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ ഒരു വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലും ആയിരുന്നില്ല അവർ. അതുകൊണ്ട് ഞാൻ ആദ്യം വിചാരിച്ച് ഇത് അപ്ലോഡ് ചെയ്യേണ്ടെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ തോന്നി എന്തായാലും ഇതൊരു മെമ്മറബിൾ ആണല്ലോ, അപ്പോൾ ഫോണിലുള്ളത് എന്നായാലും ഡിലീറ്റ് ആയി പോകുമല്ലോ, അപ്പോൾ ഇത് അങ്ങനെ ഇതിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞങ്ങൾ കുറേ നേരമായിട്ട് റൂമിൽ തന്നെ ഇരിക്കുകയല്ലേ, അപ്പോൾ എനിക്ക് കുറച്ച് നടക്കും ചെയ്യാം. പിന്നെ അവനെ ബോറടിക്കുന്നതിന് അവിടെ ഓടിക്കളിക്കുക, അമ്മ അത് വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതായിരുന്നു. പിന്നെ എന്നോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ രാവിലെ 6 മണിയാകുമ്പോൾ റെഡി ആയിട്ട് നിന്നോ, അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ലേബർ റൂമിലേക്ക് കൊണ്ടുപോകാം, എന്നിട്ട് പെയിനുള്ള മരുന്ന് വയ്ക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നാളെ രാവിലെയല്ലേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അച്ഛനും അച്ഛനൊക്കെ വീട്ടിലേക്ക് പോയി. അതിനുശേഷം പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷം അവർ വന്നിട്ട് പറഞ്ഞു ട്യൂബ് ഇടാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ലേബർ റൂമിലേക്ക് ട്യൂബ് ഇടാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്നെ തിരിച്ച് റൂമിലേക്ക് തന്നെ പറഞ്ഞു. ഇതാണ് ഞങ്ങളുടെ റൂം. ആദ്യം എടുത്ത റൂമിൽ AC ഉണ്ടായിരുന്നില്ല, അപ്പോൾ AC ഉള്ള റൂം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ വെക്കേറ്റ് ചെയ്തതിന് ശേഷം തരാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ കിട്ടിയതാണത്. ട്യൂബ് ഇട്ട് കഴിഞ്ഞ് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അവർ വന്നിട്ട് പറഞ്ഞു ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ ലേബർ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു അത് കഴിഞ്ഞ് എന്നെ ഇങ്ങോട്ട് റൂമിലേക്ക് തന്നെ കൊണ്ടുവരുമോ ചോദിച്ചപ്പോൾ ആ റൂമിലേക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് നോക്കി ഷുഗർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷുഗർ ഭയങ്കര ഹൈ ആയി. അപ്പം എന്നോട് പറഞ്ഞു റൂമിലേക്ക് പോകണ്ട, ഇവിടെ തന്നെ നിൽക്കാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ അത് ഭയങ്കര വിഷമമായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് തന്നെ ലേബർ റൂമിൽ വന്ന് കിടക്കേണ്ടി വരുമെന്ന് വിചാരിച്ചില്ലല്ലോ, തിരിച്ചു പോകുമെന്ന് വിചാരിച്ചല്ലേ വന്നത്. ഞാനാണെങ്കിൽ വരാൻ നേരത്തെ മോനൊന്നും കണ്ടില്ല, അമ്മമാരോട് രണ്ടാളോടൊന്നും പറയുകയൊന്നും ചെയ്തില്ല, തിരിച്ചു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അച്ഛനോടും ഒന്നും പറഞ്ഞൊന്നുമില്ല. അച്ഛനാണെങ്കിൽ അറിഞ്ഞൂല്ല ഞാൻ രാത്രി തന്നെ പോയിരിക്കണമെന്നുള്ളത്. പിറ്റേ ദിവസം 6 മണിക്ക് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ 5 മണിയാകുമ്പോഴേക്കും വന്നതായിരുന്നു. അപ്പം എന്നെ കാണാനും പറ്റിയില്ല. അപ്പോൾ സിസ്റ്റർമാരോട് പറഞ്ഞിട്ട് ഞാൻ വന്നവരെ കാണുന്നതാണത്. അങ്ങനെ വരണ്ട് കണ്ടപ്പോഴേക്ക് കരച്ചിലൊക്കെ വരൽ തുടങ്ങി, ഡെലിവറിയുടെ കാര്യം ആലോചിച്ചിട്ടേ. പിന്നെ പിറ്റേ ദിവസം പെയിനുള്ള മരുന്നൊക്കെ വെച്ചിട്ട് എനിക്ക് പെയിനൊന്നും വരാതെ ഒരു 4:20 ആകുമ്പോൾ പെട്ടെന്ന് പെയിൻ വന്നിട്ടാണ് എൻ്റെ ഡെലിവറി കഴിഞ്ഞത്. എൻ്റെ ഡെലിവറിയുടെ ടൈമിൽ ഞാൻ എത്ര പുഷ് ചെയ്തിട്ടും കുഞ്ഞ് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആകെ ടെൻഷനായി. അപ്പോൾ ആ സമയത്ത് ഈ വാക്കം എന്ന് പറയുന്ന ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് പിന്നെ കുഞ്ഞിനെ എടുത്തത്. ഡെലിവറി കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ഓക്സിജൻ്റെ അളവ് കുറവായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവരെ കാണിച്ചിട്ട് നേരെ NICക്ക് മാറ്റുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അങ്ങനത്തെ വീഡിയോസൊന്നും ഇതിൽ പെടാതിരുന്നത്. പിന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞു എന്നുള്ള വിവരം എല്ലാ റിലേറ്റീവ്സിനും വിളിച്ചറിയിക്കുകയാണ് വരുന്നത്. പിന്നെ എൻ്റെ കുഞ്ഞ് ഫുൾ NICയിൽ തന്നെയായിരുന്നു. 3-ാം തീയതി ഡെലിവറി കഴിഞ്ഞ് 4-ാം തീയതി അപ്പം എന്നോട് പറഞ്ഞു ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വിളിക്കും, അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഫീഡ് ചെയ്തിട്ട് വരും. അങ്ങനെയായിരുന്നു. പിന്നെ 5-ാം തീയതി ആയപ്പോൾ അവർ പറഞ്ഞു റൂമിലേക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫീഡ് ചെയ്യാൻ വേണ്ടി റൂമിലേക്ക് തരും, ഫീഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മളവിടെ കൊണ്ടു കൊടുക്കും. അങ്ങനെയായിരുന്നു. പിന്നെ 5-ാം തീയതി തന്നെ എന്നെ ഡിസ്ചാർജ് ചെയ്തു. പിന്നെ 6-ാം തീയതി ആയപ്പോൾ മോനെ നമുക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി റൂമിലേക്ക് തന്നു. അപ്പോൾ എടുത്ത വീഡിയോസാണിത്. അതുവരെ നമ്മളെടുത്ത് ഒരു ഫോട്ടോ വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആർക്കും ഒന്നും കാണാനും അങ്ങനെ ശരിക്കും പറ്റിയിരുന്നില്ല. പിന്നെ കാണാൻ വേണ്ടിയിട്ട് ടൈം വെച്ചിരുന്നു, പക്ഷേ ആ സമയത്ത് ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ കാണുമ്പോൾ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്നൊക്കെ ഇവർ പറഞ്ഞിരുന്നത്. എന്നെ 5-ാം തീയതി ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മോനെ ഞങ്ങൾക്ക് റൂമിലേക്ക് തന്നത് 6-ാം തീയതിയാണ്. അത് കഴിഞ്ഞിട്ട് 7-ാം തീയതി ആയപ്പോൾ ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 7-ാം തീയതി ഡിസ്ചാർജായി. അന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിനടുത്ത വീഡിയോ ആണിത്. കുറേ ടെൻഷൻ അടിച്ചു, കുറേ വിഷമിച്ചു, കുറേ വേദനിച്ചു. ആദ്യത്തെ ഡെലിവറി അല്ല, 2ാമത്തെ ഡെലിവറി. ഓരോ ഡെലിവറിയും വ്യത്യസ്തമാണ് എന്നുള്ളത് രണ്ടാമത്തോടോടുകൂടി മനസ്സിലായി. ആദ്യത്തെ ബുദ്ധിമുട്ട് അത്ര ഉണ്ടായിരുന്നില്ല എന്നുള്ളത് 2ാമത്തെ ഒരുപാട് ബുദ്ധിമുട്ടായപ്പോഴാണ് മനസ്സിലായത്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ എനിക്ക് പെയിൻ കണ്ടിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ പെയിനും കണ്ടിട്ടില്ല, ഡേറ്റും ആയിട്ടില്ല. ഈ ഷുഗർ കാരണം നേരത്തെ പോവേണ്ടി വന്നുകൊണ്ടാണ്. പിന്നെ എൻ്റെ നോർമൽ ഡെലിവറി തന്നെയാണ് കേട്ടോ. പെയിനുള്ള മരുന്ന് തന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് പെയിൻ വന്നത്. പിന്നെ ഞാനും വിചാരിച്ചു എന്നാണ് സിസേറിയൻ ചെയ്തുകൂടെ, എന്തിനാണ് ഇങ്ങനെ ഇത്ര നേരമൊക്കെ ഇവിടെ കിടത്തിയിരിക്കണമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അപ്പോഴേക്കും പിന്നെ പെയിൻ വന്നു. ഡെലിവറിയും കഴിഞ്ഞു. രാവിലെ കിടത്തിയിട്ട് 4:30 ആകുമ്പോഴാണ് ഡെലിവറി കഴിഞ്ഞത്. ഇത് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വരികയാണ്. എനിക്ക് തീരെ നടക്കാൻ വയ്യ, നല്ല പെയിനാണ്. വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ പകുതി ആശ്വാസമായി. അപ്പോൾ ഇതാണ് എൻ്റെ ഡെലിവറി സ്റ്റോറി. വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് ലേറ്റായി. ഞാനൊന്ന് റിക്കവർ ആവാൻ അടുത്ത സമയമാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബായ്.